വാക്കിലേക്ക് മർക്കോസ് 13:12 ആരെ കൊല്ലും? കേരളത്തിലെ പത്രവാർത്ത വായിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ കരയും. മർക്കോസ് 13:12 മുൻ വായിച്ചാട്ട് സഹോദരൻ സഹോദരനെയും ദാ കിടക്കുന്ന സഹോദരന്റെയും അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിക്കും. അവിടെ നിൽക്കട്ടെ മോൻ, ഓടിപ്പോയല്ലോ, ഇനി വേണാട് പോയാലോ പോകണം. കാര്യം ഞാൻ പറയാം. സ്വത്രം എന്താ അതിന്റെ സംഭവം എന്നറിയോ? ചെത്തവങ്കര പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വത്തിന് വേണ്ടി ചേട്ടൻ അനിയനെ കാഞ്ഞിരപ്പള്ളിക്കടുത്ത് കൂവപ്പള്ളി ചന്തയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര സംഭവം. കാഞ്ഞിരപ്പള്ളി കരിമ്പനാൽ 40 കോടി രൂപയ്ക്ക് വേണ്ടി 2 അനിയന്മാരെ ഒരു ചേട്ടൻ കൊന്നു. പത്രവാർത്ത സ്വത്രം കണ്ടില്ലേ? അതിവിടെ പറഞ്ഞപ്പോൾ 2 മിനിറ്റ് കടമെടുക്കുക, കേൾക്കണം. കാഞ്ഞിരപ്പള്ളി നല്ല ചന്തയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. 3 രാത്രി 8 ചെറുപ്പക്കാർ, അവരുടെ ആഗ്രഹം കർത്താവിൻ്റെ വരവ് പ്രസംഗിക്കണം. അത് കണ്ടിട്ട് കേരളത്തിലൊരു പ്രാസംഗികൻ പോസ്റ്റ് ഇട്ടേക്കുന്നത് ഞാൻ ചന്തപ്രാസംഗിയാന്ന്. സ്വത്രം എത്ര നല്ലത്! നമ്മുടെ കർത്താവ് വള്ളത്തെ കയറി പ്രസംഗിച്ച് നമുക്ക് ചന്തയെങ്കിലും കിട്ടിയതിനായി നന്ദി. സ്വത്രം സ്റ്റാൻഡേർഡ് അല്ലയോ? നല്ല സ്റ്റാൻഡേർഡ് അല്ലയോ? അവൻ്റെ സ്റ്റാൻഡേർഡ് എന്താ പോസ്റ്റ് ഇട്ടവനെ ഞാനൊന്നും മിണ്ടിയില്ല. സ്വത്രം ഇന്ന് രാത്രി 3 ദിവസത്തെ യോഗം. അമ്മാമേച്ചാനും കേൾക്കണം. ദൈവം ആര്? ഒരു 87 വയസ്സുള്ള അപ്പച്ചൻ, കത്തോലിക്കക്കാരൻ, കുടുംബമായിട്ട് നല്ല വണ്ടി പ്രസംഗം കേൾക്കാൻ വരുമോ? അവർക്ക് അന്ത്യകാലം കേൾക്കണം. 2-ാം ദിവസം യോഗം കഴിഞ്ഞു. ഇവിടെ പാസ് വെള്ളം തന്നോലെ വെള്ളം കുടിച്ചിറങ്ങിയപ്പോൾ അദ്ദേഹം എന്നോട് ചോദിക്കുക, കാഞ്ഞിരപ്പള്ളി എന്ന് പേര് വന്ന് എങ്ങനെയാണെന്ന് സാറിന് പറയാമോന്ന്. സ്വത്രം ലോകയുടെ അളിയൻ്റെ പേരാന്ന് കമ്പ്യൂട്ടറിൽ നിന്നെങ്കിലും ഒന്ന് അടിക്കാമായിരുന്നു. സ്വത്രം ലോകത്തിൻ്റെ ഭാര്യ കാഞ്ഞിരപ്പള്ളി, കൊല്ലത്തേക്കും തിരുവനന്തപുരത്ത് കിടക്കുന്നത്. ഞാനങ്ങനെ കാഞ്ഞിരപ്പള്ളി അപ്പച്ച എന്നോട് പറയാം, കോട്ടയംകാർ കേട്ടാട്ടെ കാഞ്ഞിരപ്പള്ളി എന്ന് പേര് വന്നത്. പണ്ട് അവർക്ക് പൈസ ഇല്ലായിരുന്നു. പുഴയുടെ അടുത്ത് വലിയൊരു മരം ഉണ്ടായിരുന്നു, കാഞ്ഞിരം. കോടാലി വെച്ച് പീസാക്കി ഓല കൊണ്ട് മറച്ച് ആരാധന തുടങ്ങി. കാഞ്ഞിരത്തിൻ്റെ കീറ് കൊണ്ട് ഓല മറച്ച പള്ളിയുടെ പേരാ കാഞ്ഞിരപ്പള്ളി. കോട്ടയത്തുകാർക്കും അറിയത്തില്ല. സ്വത്രം ഇപ്പം ക്ലിയറായോ? കാഞ്ഞിരപ്പള്ളി കൂടെ പോകുന്നവർ, അമൽജ്യോതിയുടെ അതിലെ കൂടെ പോകുന്നവർ. സ്വതന്ത്രം 3-ാം ദിവസം നല്ല പ്രസംഗം ചന്തയിൽ. ഞാൻ ഇറങ്ങിയപ്പോൾ ഫസ്റ്റ് കേൾക്കണം, നിങ്ങൾ കേൾക്കണം. ഞാൻ ഇറങ്ങിയപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, നെഞ്ചുകീറി പ്രസംഗിച്ച ഒരു വണ്ടിക്കൂലി വെക്കണം. ഞാൻ പറഞ്ഞു, താണ്ട കുഞ്ഞുങ്ങൾ വണ്ടിക്കൂലി തരും. 8 പിള്ളേരെ വിളിച്ച് ഞാൻ പറഞ്ഞു, അപ്പച്ചൻ കൊണ്ടുപോകാൻ ഞാൻ വിട്ടില്ല. സ്വതന്ത്രം പിള്ളേരെ കൈ കൊടുത്ത് പ്രാർത്ഥിച്ചു. അവരെനിക്ക് വണ്ടിക്കൂലി തന്നു. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് എനിക്ക് ബസ് കിട്ടി. ഞാൻ കോട്ടയത്ത് ഇറങ്ങി. ബസ് സ്റ്റാൻഡിൽ 12 രൂപയുടെ ചായ കുടിച്ചപ്പോൾ അതിലൊരു മോൻ ഫോൺ ചെയ്ത, അമ്മാമ്മേ എന്നോട് പറയും 1ഉം 2ഉം അല്ല 10,000 രൂപ റോമൻ കത്തോലിക്കക്കാരെ അപ്പച്ചൻ. സ്വത്രം എന്നിട്ട് പറഞ്ഞ ഇനി യോഗം നടക്കട്ടെന്ന്. സ്വത്രം വേറെ കാര്യം കൂടെ പറയാം. ദൈവം ആർക്കും കിടക്കാനല്ല. അന്ന് സൗണ്ട് സിസ്റ്റത്തിന് കൊടുക്കാൻ പാസ്റ്റർ 6,700 രൂപ കുഞ്ഞുങ്ങളുടെ ഇല്ല. എല്ലാം പിരിച്ചതിന് ശേഷം അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആ മോൻ പറഞ്ഞൊരു കാര്യമുണ്ട്, 3,250 രൂപ അടുത്ത കൺവെൻഷന് ബാക്കിയും ദൈവം തന്നു. കര ഉയരുന്നില്ലല്ലോ. പെന്തിക്കോസുകാർ കേൾക്കട്ടെ. RCയിൽ അപ്പച്ചൻ കർത്താവ് കാര്യം കാണാൻ കഴുതയെ കൊണ്ട് സംസാരിപ്പിക്കുന്നവനാ. സ്വത്രം മനസ്സിലാകുന്നവർക്കായി. കാഞ്ഞിരപ്പള്ളി ഓർത്തപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് എവിടുത്തെ കൊലപാതകം പയ്യപ്പാടി പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ 80-കാരൻ 75-ന് പാലക്കാട് ചെന്താമര 2 കൊന്നിട്ട് പറയും, ഇനിയും കൊല്ലാൻ എനിക്ക് ആർത്തിയാകുന്നു. സ്വത്രം എവിടം വരായി കേരളം. കൊച്ചിയിൽ 9 മാസം 9 ദിവസവും 9 വിനാടിക്ക് നൊന്ത് പ്രസവിച്ച കുഞ്ഞിന് കാമുകനെ കഴുത്ത് ഞരിച്ച് കൊന്ന് കുഞ്ഞിനെ വയറ്റിലെ റോഡിലോട്ട് ഇട്ട് കൊടുത്തു വണ്ടിക്ക് മുമ്പിൽ. കേരളം തീരാറായി. എല്ലാം കേട്ടാട്ടെ, പെമ്പിള്ളാരും കേട്ടാട്ടെ. കളമശ്ശേരി നടന്ന സംഭവം. ആദ്യത്തെ ഭർത്താവ് പോയി, 1.5 വയസ്സുള്ള കുഞ്ഞുമോൻ ദാണ്ടിരിക്കും നമ്മുടെ കൊച്ചുമോനാണ്, സൂര്യനെ പോലെ. ആ 2ാമത്തെ രൂപം വന്ന് അവൻ പറഞ്ഞ്, ഈ കൊച്ചിനെ കൊല്ലാമെങ്കിൽ നമുക്ക് സുഖമായിട്ട് മധുപതു ജീവിക്കാവും. അവളെ കതവിൻ്റെ ചവിട്ടി വെച്ച് ഞെരിച്ച് കളഞ്ഞു. കളമശ്ശേരി ആശുപത്രി കൊണ്ട് ഡോക്ടർമാർക്ക് പിടികിട്ടി, പോലീസ് പിടിച്ചു. ആദ്യത്തവനെ അന്വേഷിച്ചു, കിട്ടിയില്ല മൊബൈൽ നമ്പർ. 1.5 മാസം 1.5 വയസ്സുള്ള സൂര്യനെ പോലെ ഒരു ആൺകുഞ്ഞിൻ്റെ ബോഡി അവിടെ മോർച്ചറി വെച്ചത്. ആശുപത്രിക്കാർ അടക്കാൻ പോയപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞ്, അടക്കണ്ട, എൻ്റെ പൈസ കൊണ്ട് ഞാനൊരു ശവപ്പെട്ടി മേടിക്കാം. ആ ശവട്ടിയും പെട്ടിയുടെ മേളിൽ ഒട്ടിച്ചു. മകനെ വിടാ. മനസ്സിലാകുന്നവർക്കായി 4 കിലുക്കൂട് അതിനകത്തിട്ടു. സ്വന്തം അപ്പൻ പോലും അന്വേഷിച്ച് വരാ സൂര്യനെ പോലെ മുഖം പ്രകാശിക്കുന്ന കുട്ടിയെ കഴുത്തിന് ചരിച്ചു കൊല്ലുന്ന കേരളം തീരാൻ പോവുക. സ്വത്രം തൊട്ടിൽ പാലം രാത്രി അത്താഴം വിളമ്പിച്ചിരുന്ന അമ്മയെ മോൻ കഴുത്തറുത്ത് കൊന്നില്ലേ? തീരാറായോ മക്കള്? ഞങ്ങളുടെ നാട്ടിൽ എനിക്ക് പരിചയമുള്ള വന്ദനാദാസ്, ഒരു നല്ല ഡോക്ടറിന് ഒരു നരാധമൻ മയക്കുമരുന്നേരം കൊന്നില്ലേ? ഇത് സിസ്റ്റം ഫെയിൽവറായി. ഒരു മന്ത്രിമാരെ ഭാഷമൻ ചേട്ടനെ പിണറായി ചേട്ടനൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം വേറെ കയ്യിലായി. സഹോദരനെയും അപ്പൻ മകനെയും. അടുത്ത വാക്ക് വായിച്ചിട്ട് മോളെ. മക്കളും അമ്മയപ്പന്മാരുടെ നേരെ എഴുന്നേറ്റ് മക്കൾ അമ്മയപ്പന്മാരുടെ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. കിടക്കുന്ന മക്കൾ അമ്മയപ്പന്മാരെ കൊല്ലിക്കും. ചങ്ങനാശ്ശേരി ചെങ്ങന്നൂർ കണ്ടില്ലേ? നിങ്ങളുടെ തൊട്ടടുത്ത് ഷെറിൻ ഭാസ്കരക്കണർ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു കുടുംബമായിരുന്നു. നല്ല മോളാ വീട്ടിൽ വന്ന് ചക്കരെ പൊന്നെ. അവസാനം അച്ചായനെ പെരുവഴിയാക്കി. അവിടെ വിഷയത്തിലപ്പോൾ ജയിലിൽ കുലുങ്ങിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസം IG സംസാരിച്ചു, പറഞ്ഞു, ഭാഷ ഒന്നും പറയല്ലേ, സ്റ്റേജ് കൂടെ എല്ലാം തീർന്നുകൊണ്ടിരിക്കുക. സ്വത്രം അതുകൊണ്ട് കണ്ടോ, അമ്മാമാരും അച്ചായന്മാരും നല്ലവരുണ്ട്. വീട്ടിൽ വരുന്ന പെൺപിള്ളാരോട് മര്യാദയ്ക്ക് സംസാരിച്ചോണം. കൊട്ടേഷൻ ടീമിൻ്റെ നമ്പറുണ്ട്, മനസ്സിലാക്കുന്നവർക്ക്. സ്വത്രം ഭാസ്കരക്കാരൻ അവരെ ശരിയാക്കുമല്ലോ, ശരിയാക്കും. സ്വത്രം ബാക്കി പറഞ്ഞുതരാം. യോഗം കഴിയട്ടെ. സ്വത്രം സകല പോലീസുകാരൻ്റെ സുഹൃത്തുക്കൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. 2ാമത്തെ കാര്യം, ചെങ്ങന്നൂരിലൊരു ചെറുപ്പക്കാരൻ, നിങ്ങൾക്കറിയാമോ?
അവൻ്റെ പേരായിരുന്നു ഷെറിൻ. അപ്പനുമായിട്ട് കാർ ശരിയാക്കാൻ തിരുവനന്തപുരത്ത് വന്നു. വെഞ്ഞാറമൂട്, പോത്തൻകോട്, കൊട്ടാരക്കര കലകം, പന്തളത്ത് കഴുത്ത് ഞരിച്ചു, പത്തനംതിട്ട തല മീനച്ചിലാറ്റിൻ്റെ അവിടെ കയ്യും കാലും. ഓർത്തഡോക്സ് പള്ളിയിൽ അച്ഛൻ പറഞ്ഞു പട്ടിയെ അടക്കുന്നത് പോലെ എല്ലാം കൂടെ വാരിക്കൂട്ടി സെമിത്തേരിയിൽ അടക്കിയെന്ന്. ചെങ്ങന്നൂക്കാരൻ, അമേരിക്കക്കാരൻ അപ്പച്ചൻ. മനസ്സിലാകുന്നവർക്ക് CSI കേട്ടെ. തിരുവനന്തപുരത്ത് 400 CSI പള്ളിയിലാണ് ഞാൻ പ്രസംഗിച്ചത്. കഴിഞ്ഞ രാത്രി ചെങ്കൽ ചൂളയായിരുന്നു. സ്വോത്രം. എത്ര പോലീസുകാരെ കേൾക്കാൻ വന്ന, കേരളത്തിൻ്റെ IG സഹിതം ഇന്നലെ പ്രസംഗം കേൾക്കാൻ വന്നു. മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ചെങ്കൽ ചൂളയിലെ സമാധാനം കണ്ടിട്ട് അവരും പറഞ്ഞു ജീവിക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന്. സ്വോത്രം. ബാക്കി ഞാൻ പറയുന്നില്ല, ഇന്ന് രാത്രി മുഴുവൻ തീരത്തില്ല. ഒരു ലോഡ് ഗുണ്ടകൾ കർത്താവിനെ കണ്ട് ഫോട്ടോ വേണേ പാസ്ക്ക് വാട്സാപ്പിൽ അയച്ചു തരാം. പിള്ളേർ ഇന്നലെ ചായ മേടിച്ചെന്നിട്ട് ഇന്നലെ രാത്രി കേട്ടാട്ട് മക്കളെ പൂവാറിലെ പഞ്ചായത്ത് സെക്രട്ടറി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞെന്നറിയാം? കർത്താവ് വരാറായെന്ന്. അവർ CSI ഹോമിയോ ഡോക്ടർ. ഞാൻ ചോദിച്ചു ദർശനം കിട്ടിയോന്ന്. 3 ലക്ഷം രൂപയ്ക്ക് 9 മാസവും 9 ദിവസവും 9 വിനാഴിക നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ വിറ്റ് കാശാക്കിയ കേരളം. സന്തോഷം ഇല്ലല്ലോ മാമേ? ഒരുത്തരെയും കുറ്റം സിസ്റ്റം വെയിൽ വാർ എവിടം വരായെന്ന് നോക്കിയാൽ മതി. മന്ത്രവാദത്തിന് വേണ്ടി ബാലരാമപുരത്ത് 2 വയസ്സുള്ള കൊച്ചുമോള് ദേവേന്ദുവിൻ്റെ തല മൊട്ടയടിച്ച് രാത്രി കിണച്ചിട്ടേക്കുന്നു. സ്വോത്രം. എവിടായി കേരളം? നല്ല കാലം മാറിയോ? അടുത്തതൂടെ പത്തനംതിട്ട നടന്ന സംഭവങ്ങൾ. പോസ്കോ വായിക്കാൻ മോനെ എല്ലാവരും എടുത്താട്ടെ. യെശയ്യാ പ്രവചനം 3:12. പോലീസിന്റെ കണക്ക് 2 വർഷം 890 പോസ്കോ കേരളത്തിൽ. 100% സാക്ഷരതയുള്ള കേരളത്തിൽ 890 പോസ്കോ. യെശയ്യാ പ്രവചനം 3:12 വായിച്ചോട്ടെ മോനെ. എന്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു. കിടക്കുന്ന കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന കാലമായില്ലേ? മോൻ അവിടെ നിന്നാട്ടെ. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, പത്തനംതിട്ട കണ്ടില്ലേ, 64 അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ പറഞ്ഞ് പാസ്സെ കരഞ്ഞു നിർത്തിയിരിക്കുകയാണ്. സ്വോത്രം. പെൺപിള്ളാരുടെ കയ്യിലും കുഴപ്പമുണ്ട്, വീട്ടുകാർ മൊബൈൽ കൊടുക്കുമ്പോൾ ആലോചിക്കണം. സ്വോത്രം. അതാ ഇനിയും വരും പോസ്കോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ലജ്ജയുണ്ട് ഓൺലൈനിൽ പറയാൻ. സിനിമാ കമ്മിറ്റി, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സഖാവ് പിണറായി വിജയൻ പുറത്തുവിട്ട പലരും ബെറ്റിംഗ് കിടക്കെടുക്കും. അതിനകത്ത് മൊഴി കൊടുത്ത നടിമാര് പറഞ്ഞതാണ് ഞങ്ങളെ വിറ്റ് കാശാക്കിയതാ ഞങ്ങളുടെ അമ്മമാരെന്ന്. സ്വോത്രം. അതുകൊണ്ടാ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാത്തത്. പണത്തിന് വേണ്ടി, ആഡംബരത്തിന് വേണ്ടി, കാറിന് വേണ്ടി, അവസരത്തിന് വേണ്ടി സ്വന്തം മക്കളെ വിറ്റ് കാശാക്കുന്ന കേരളം. അടുത്തവിടെ വായിര് അമ്മമ്മയെ വചനം എടുത്താട്ടെ. ആ സ്ത്രീകൾ അവരെ വാഴുന്നു. കരമുയർത്തുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അന്ത്യകാലമായില്ലയോ? നല്ല കാലമാണോ? ഒന്നാമത്തെ ഇടവേളയിലേക്ക് പോകാം. ഈ കാലത്തെ പറ്റി പൗലോസ് ഒരു കാര്യം പറഞ്ഞു. വായിക്കാം. എഫേസ്യർ 5:15-16. അമേരിക്കയിലെ കൂടെ പോയി ഇടവേള. എഫേസ്യർ 5:15-16 മുൻ വായിച്ചേട്ടെ. എഫേസ്യർ 5:15-16 വായിക്കാം. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രേ നടപ്പാൻ നോക്കുവിൻ. അടുത്ത കാലം ഇത് ദുഷ്കാലമാകയാൽ. നല്ല കാലം പോയി അമ്മാമ. ഇത് ദുഷ്കാലമാകയാ. സമയം വായിച്ചാട്ട് മോനെ. സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. കോട്ടയം ഭാഷ കൊത്തി മുറത്തി കയറി കൊത്തുന്ന കോഴിയെ തോട്ടക്കാട് കുഞ്ഞമ്മാമ 10,000 മേളിൽ കത്തിയെടുക്കത്തില്ല. അരകല്ലിന്റെ മേളിരിക്കുന്ന കൊച്ചു പിച്ചാത്തി എടുത്ത് കോഴിയെ തീർക്കുന്നത് പോലെ ഇന്നുള്ള ലോകം കർത്താവ് തീക്കായി സൂക്ഷിക്കുന്നു. അതിന്റെ നടുവിൽ ഒരു കൂട്ടം എടുക്കപ്പെടാറായി. കാൽവറി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കാൻ എന്റെ കാന്തൻ വരാറായി. ഇന്ന് രാത്രി പാലമൊറ്റ. ഇന്ന് രാത്രി മറ്റൊരുത്തനിൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട 1.25 1.5 ഏകനാമം യേശുവിന്റെ നാമം. ഈ രാത്രി ശബ്ദ സീമ ഓൺലൈൻ പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തേണ്ട. നെഞ്ചത്ത് കൈവച്ച് യേശു എന്റെ ഏകരക്ഷകൻ, ഏക കർത്താവ്, രാജാതി രാജാവായി അവൻ മടങ്ങി വരുന്നെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞു ആരെങ്കിലും കരമുയർത്തുന്നെങ്കിൽ ഇന്ന് രാത്രി നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്ക. എന്റെ കാന്തൻ വരാറായി. അമേരിക്കയിലെ കാട്ടുതീ. ഇടവേള പറഞ്ഞുതരാം. അമേരിക്കയിലെ കാട്ടുതീ എല്ലാവരും നോട്ട് ചെയ്താട്ട്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ 2025 ഈ കൺവെൻഷന് കർത്തദാസൻ പോസ്റ്റ് വെച്ചപ്പോൾ അമേരിക്കയിൽ ജനുവരി 5 ഒരു സംഭവം നടന്നു. എന്താ ജനുവരി 5? അമേരിക്കയിലെ സിനിമ ഹോളിവുഡ് നൈറ്റ്. മലയാളം സ്റ്റാൻഡേർഡ് ഇച്ചിരി കുറവാ പാസ്. ചുട്ടിപ്പാവാടെ കൊടുത്ത 2 പെൺപിള്ളാർ മൈക്ക് എടുത്തിട്ട് പറയോ ഹൂ ഈസ് ദ ഗാഡ് ഈസ് ക്രിയേറ്റഡ് യൂണിവേഴ്സ്. ആരാ പറഞ്ഞ ദൈവം ആ ലോകത്തെ സൃഷ്ടിച്ചെന്ന്. സ്വോത്രം. 2 പെൺപിള്ളാർ ചുട്ടിപ്പാവാടെ കൊടുത്ത് എല്ലാത്തിനെയും ദൈവം തീർക്കും. സ്വോത്രം. ഞാനായോണ്ട് ഇത്ര അനീഷാരുന്ന ബാക്കിയൂടെ പറഞ്ഞാൽ വ്യാഴാഴ്ച കേൾക്കാം. സ്വോത്രം. അങ്ങനെ നിൽക്കട്ടെ. ഇന്ന് രാത്രി ബാക്കിയൂടെ കേൾക്കാം. എന്താ സംഭവിച്ചത്? ഈ പെൺകുട്ടികൾ പറഞ്ഞെന്തുവാന്നറിയാവോ? ബാക്കി പറഞ്ഞെന്തുവാന്നറിയോ? അതൊരു ലോകം ഉണ്ടായതൊരു പ്രതിഭാസം. 48 മണിക്കൂർ എടുത്തില്ല അമ്മാമ്മേ. കോട്ടയംകാർ കേട്ടാട്ടെ, വാകത്താനം കേട്ടാട്ടെ, തെങ്ങണ കേട്ടാട്ടെ.
48,000 ഏക്കർ കത്തിപ്പോയി ദൈവദാസനെ. 28,500 വീട് കത്തി അമ്മമ്മേ. 28 സിനിമാ നടികൾ കത്തിപ്പോയി അമ്മമ്മേ. 10 പേര് അല്ലാതെയും കത്തി. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവില് അമേരിക്കയുടെ തീ വേണ്ട, അല്ലെങ്കിൽ ബ്രിട്ടന്റെ ബോംബ് വേണ്ട, ഇന്ത്യയുടെ ക്ലസ്റ്റർ ബോംബ് വേണ്ട. സായം സന്ധ്യയിൽ 2 ദൂതന്മാർ എവിടെ ചെന്ന് അബ്രഹാന്റെ വീട്ടിൽ ചെന്നു. അബ്രഹാച്ചാനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ലോത്തിന്റെ അങ്ങോട്ട് പോവാ. വാട്സപ്പ് നോക്കി 10 പേരെങ്കിലും കൂടുന്ന കൂട്ടായ്മ ഉണ്ടോ? സഭയെ പൂട്ടിയിട്ട് ഇപ്പൊ കറുത്തമുത്ത് കണ്ടുകൊണ്ടിരിക്കുമല്ലോ, സന്തോഷമില്ലല്ലോ, സ്വത്രം. സഭയിൽ 2 എണ്ണമെങ്കിലും ഉണ്ടോ? ഇല്ല. അബ്രഹാമിനോട് പറഞ്ഞ് തീ എടുക്കാൻ പോവാ. അബ്രഹാം പറഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട ലോത്തുണ്ട്, അവനെയും കുഞ്ഞുങ്ങളെ ഓർത്തോണം. പെന്തിക്കോസ്തുകാർ കേട്ടാട്ട് ദൂതന്മാർ നേരെ ലോത്തിന്റെ വീട്ടിൽ ചെന്നു. ലോത്തിന്റെ വീട്ടിൽ ചെന്നപ്പോഴേ നാട്ടുകാർ കൂടി, ഇതാ സ്വവർഗം അഥവാ ഭോഗിക്കേണ്ടതിന് ലെസ്ബിയൻ കൈ. അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഇവിടെ 2 പേര് വന്നിട്ടുണ്ട്, തരണമെന്ന്. ലോത്ത് പറഞ്ഞു മലയാളത്തിൽ, കല്യാണം നിശ്ചയിച്ച 2 പെങ്കൊച്ചങ്ങളുണ്ട്, തരാന്ന്. പക്ഷേ ദൈവം ഇരുട്ടാക്കി. 4 കാര്യം ദൈവം സ്വർഗം പറഞ്ഞു ദൂതന്മാരിൽ കൂടെ. ഈ പ്രദേശത്ത് നിൽക്കരുത്, പർവ്വതത്തിലേക്ക് ഓടണം, രക്ഷയ്ക്കായി പുറത്തു വരണം, തിരിഞ്ഞു നോക്കരുത്. ലോത്ത് നമ്മുടെ പാലമുറ്റത്തും കുമ്പനാട്ടും എല്ലാം ട്രമ്മും അടിച്ചത്. ലോത്തിന് പിടികിട്ടി. കുഞ്ഞുങ്ങൾക്ക് ചുരിദാർ കൊടുത്തു. നമ്മുടെ ലോത്തിൻ്റെ ഭാര്യ അമ്മമ്മ ബൈബിളും ഇല്ല, ഗൂഗിളിലും ഇല്ല. നല്ല കാര്യമായിരുന്നു. സ്വോത്രം. പുതുപ്പള്ളി ബെസ്റ്റ് ബേക്കറിയിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മുടെ ഐസ്ക്രീം നുണഞ്ഞുകൊണ്ടിരുന്നത്, സന്തോഷമില്ലല്ലോ, സ്വോത്രം. അതിൻ്റെ ഇടയ്ക്ക് 8 ചിക്കൻ കാല് കുക്കറിൽ കിടന്നതാ, സ്വോത്രം. അതിൻ്റെ ഇടയ്ക്ക് നല്ല ആപ്പിളിൻ്റെ ഐഫോൺ വന്ന് വൈഫൈ റൂട്ട് ചെയ്യുക, സ്വോത്രം. അതിൻ്റെ ഇടയ്ക്ക് കോട്ടയത്ത് കരിക്കിനേത്ത് നിന്ന് പഠിച്ച സാരി കുമ്പനാട്ട് കൊടുത്തില്ല, സ്പ്രേ അടിച്ച് വെച്ചേക്കുവോ, സ്വോത്രം. പോകാൻ പറ്റുമോ? ഓട്ടം മുമ്പോട്ട്, നോട്ടം പുറകോട്ട്. ലോത്ത് മര്യാദയുള്ളവനായിരുന്നു. ഈ അമ്മാമ്മയെ പിടിച്ചിരുന്ന അവനും പരിപാടിയായി പോയനെ. നീ നിന്റെ വഴി ഒറ്റച്ചാട്ടം മനസ്സിലാക്കുന്നവർക്കായി, സ്വോത്രം. കണ്ടില്ലോ സോദോം. അമ്മാമ്മയ്ക്ക് സോദോം വിടണമെന്നുണ്ടായിരുന്നു, പക്ഷെ സോദോം അമ്മാമ്മയെ വിട്ടില്ല. ബൈബിൾ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും. പെന്തിക്കോസ്തുകാർ കേട്ടാട്ടെ, ഇത്രയും പേരെ കിട്ടുന്ന പാടാ. അതുകൊണ്ടാണ് ചങ്ക് കയറി ഞാൻ പ്രസംഗിക്കുന്നത്. കേൾക്കണം. അമേരിക്ക ഒരു സുശേഷകൻ ഉണ്ടായിരുന്നു, ദൈവദാസന്മാരെ, ബില്ലി ഗ്രഹാം. കേൾക്കുന്നവർക്കായി ബില്ലി ഗ്രഹാം ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്, സോദോമിനകത്ത് ദൈവം ന്യായവിധി നടത്തിയെങ്കിൽ അമേരിക്കക്കകത്തും ദൈവം തീ കത്തിക്കും. മനസ്സിലാകുന്നവർക്കായി അതിൻ്റെ സാമ്പിൾ വെടിക്കെട്ട നടന്നത്. ഇന്ന് രാത്രി ദൈവസഭയുടെ പ്രത്യാശ ലോത്തിനെ കുഞ്ഞുങ്ങളെ സോബയറിനകത്ത് കൊണ്ടെത്തിച്ചതിന് ശേഷമാണ് ആകാശത്തുനിന്ന് തീയും ഗന്ധകവും ഇറങ്ങിയെങ്കിൽ പാലമുറ്റത്തും തെങ്ങണയും ഒരു സംഭവം നടക്കാൻ പോകുന്നു. രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവസഭ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടാറായി. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുക. എൻ്റെ കാന്തൻ വരാറായി. ഒരു രാത്രി കൂടി പാലമുറ്റത്തോട് കാലം സമീപം. ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുഴങ്ങാൻ കാലമായി. അന്ന് ലോത്തിനെ കൊണ്ടുപോയെങ്കിൽ പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ച ദൈവസഭ മധ്യാകാശത്തിൽ എടുക്കാൻ കാലമായി. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിൽ, ലോത്തിൻ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിൽ ഇന്ന് രാത്രി പാലമുറ്റത്തോട് ഞങ്ങൾ പറയുന്നു, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാ. നാഴിക വന്നതുകൊണ്ട് ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ആദ്യത്തെ ഇടവേള 3 വാക്യം കൂടെ കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ അടുത്ത മാസം വരാൻ പോകുന്നത് പോളിയോ. എന്താ പോളിയോ? പോളിയോ വാക്സിൻ്റെ പ്രത്യേകത. പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച അടുത്ത PSC ടെസ്റ്റ് ജോൺ ലിറ്റിൽ വാക്സ്. അവനാ ഇസ്രയേലുകാരൻ. പോളിയോ 5 വയസ്സിൽ താഴെയുള്ളൊരു കുഞ്ഞ് നമ്മുടെ വീട്ടിനകത്ത് കാലിനകത്ത് പോളിയോ ബാധിച്ച് കിടക്കാൻ ഇന്ത്യയുടെ മോഡി സാറ്, കേരളത്തിൻ്റെ പിണറായി വിജയൻ, അതുപോലെ കഴിഞ്ഞിട്ട് നമ്മുടെ വീണ ജോർജും അനുവദിക്കത്തില്ല. പരസ്യം, പത്രം, പഞ്ചായത്ത്, ആശാവർക്കർ വീട്ടിൽ ചേച്ചി കുഞ്ഞിനെ കൊണ്ടുവരണം. അന്നേരം തെങ്ങണയിലെ ജ്യോതിമോള് കൊച്ചിനെയും കൂട്ടി മാമൻ വാപ്പിള കാളി ചിക്കൻ കാലി തിന്നാൻ പോകുന്നു. സ്വത്രം. കൊച്ചിന് പോളിയോ കൊടുക്കാതെ പിന്നെ നീ കർത്താവിനെ കുറ്റം പറയരുത്. സ്വത്രം. പോളിയോടൊന്ന് കൊടുക്കുക. സ്വത്രം. എന്താ പോളിയോ? മനുഷ്യകുലത്തിന് വരാനിരിക്കുന്ന കാലിലെ മുടന്താ പോളിയോ. അങ്ങനെയെങ്കിൽ ഇന്ന് മനസ്സിലാക്ക്, തെങ്ങണയും കറുകച്ചാല് പാലമുറ്റത്ത് ഒരു പോളിയോ വന്നു. അതിൻ്റെ പേരാ പാപം. പാപത്തിൻ്റെ വിപത്ത്, മദ്യപാനം, മയക്കുമരുന്ന്, മദിരാക്ഷി. ഇതിനേതെങ്കിലും വാക്സിൻ ആരെങ്കിലും തരാൻ പറ്റുമോ? ഒന്ന്, പാപമുള്ള ഒരുത്തൻ ചെത്തിപ്പിടിച്ചെന്ന് എൻ്റെ സ്നേഹിതനാ ചെത്തിപ്പുഴ ഡോക്ടർ ഷിവു. ഏറ്റവും നല്ല ചെന്നാൽ മതി, എൻ്റെ പേര് പറഞ്ഞാൽ മതി. ഇരുൾവെളി പ്രശ്നം കേട്ടുകൊണ്ടിരിക്കുക ചെത്തിപ്പുഴ ആശുപത്രി. എൻ്റെ പേര് പറഞ്ഞാൽ സ്വോത്രം. അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയാം പാപത്തിന് മരുന്ന് തരാൻ. അദ്ദേഹം പറയും പുറത്തു പോകാൻ. സ്വോത്രം. 2, ഭാരതി പോയി പാപത്തിന് ഒരാഴ്ച അഡ്മിറ്റ് ചെയ്യാൻ പറയുമോ? അവർ പറയും സ്ഥലം കാലിയാക്കായി. ആരോ പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജ് ചെന്നാൽ നിനക്ക് സർജറി നടക്കുമെന്ന് പാപത്തിന്. അവിടെ ചെന്നു. അവരും ചവിട്ടി പുറത്ത് കളഞ്ഞു.
ആരോ പറഞ്ഞെന്നാൽ കാരിത്താസിപ്പാം സ്നേഹിതൻ, എൻ്റെ സ്നേഹിതൻ ആമോസാറിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞ റേഡിയേഷൻ കൊടുക്കണം പാപം കരിക്കാനെന്ന്. ചവിട്ടി പുറത്താക്കി. പാപത്തിന് പാനഡോളില്ല, പാപത്തിന് പാരാസെറ്റമോൾ ഇല്ല, പാപത്തിന് സർജറി ഇല്ല, പാപത്തിന് റേഡിയേഷൻ ഇല്ല. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി 5ാമത് കൺവെൻഷനകത്ത് ഇന്ന് രാത്രി ഞങ്ങൾ ഒരു വാക്സിൻ ഇവിടെ പരിചയപ്പെടുത്തുന്നു. അതിന്റെ പേരത്ര കുഞ്ഞാടിന്റെ കരമുയർത്തുന്നവർക്കായി വിലയേറിയ രക്തം. സകല പാപമല്ല, നിന്റെ സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. ഇന്ന് രാത്രി മദ്യപാനിയെ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാര, ആത്മഹത്യ കാത്തിരിക്കുന്ന സഹോദരി, ഇന്ന് രാത്രി കരം വെച്ച് പറ, 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരുടെ കൊലക്കളത്തിൽ ഏലി ഏലി ലമ്മ ശബത്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ, വശാൻ കുറ്റന്മാർ എന്നെ വളഞ്ഞു, നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു, എനിക്ക് കുടിപ്പാൻ കയ്പ് കാടിയും കണ്ടിവെണ്ണയും തന്നു, എൻ്റെ മുഖരോമങ്ങളെല്ലാം പിച്ചിച്ചെങ്കിൽ എനിക്ക് ദാഹിക്കുന്നു. സകലതും നിവർത്തിയായി ടെട്ടലസ്റ്റായി ഒരു സൈന്യാധിപൻ ഒരു കുന്തമെടുത്തു, ഒരു പടയാളി എൻ്റെ യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തി 5.5 ലിറ്റർ രക്തവും വെള്ളവും ഒഴുകിയങ്ങ് അവൻ്റെ ചങ്കില ചോരയാ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. 10,000 പേർ സുന്ദരരായി എൻ്റെ കാന്തൻ വരാറായി. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പേ, മഹത്വത്തിന്റെ രാജാവായി നമ്മുടെ നാഥൻ വരാറായി. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവും ലോകാവസാനം അടയാളം. അത്തി നോക്കി ഒരു ബൊമ്മ പഠിപ്പീൻ, അതിന്റെ കൊമ്പിളതായി അവൻ അടുക്ക്. 1, അവൻ നിയമത്തെ മാറ്റും. 2, കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. ആ വായിക്കും. വൈക്കം വെളിപ്പാട് 13:15. വൈക്കം വെളിപ്പാട് പുസ്തകം 13:15 വായിച്ചട്ടെ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 15-ാമത്തെ വാക്യം. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിന്, മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിന്, മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരൊക്കെയും കൊല്ലിക്കേണ്ടതിന്, മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. അതാണ്ട് എല്ലാവരും നാക്കിയാട്ടെ. ഒരു 10 വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്ന് പ്രസംഗിച്ചേ പറയും. കർത്തൃദാസൻ എന്തോ പറയുന്നത്, 2018 ഒരു പെൺകുട്ടി വന്ന് സൗദി അറേബ്യയിൽ നിന്ന്, സോബിയ, മേരാ നാം സോബിയ, നമസ്തേ ഇന്ത്യ. എത്ര ക്ലിയർ! ഇപ്പം അവളെ ലെവൽ മാറി. ഞങ്ങളുടെ ഉപദേശിമാർ പറയുന്ന പോലെ ചാറ്റ് GPT ഗ്രോക്ക് സാരിയൊക്കെ കൊടുത്തു. സ്വത്രം. അടുത്തത് ദാണ്ട് സൗദി പാസ്പോർട്ട് കൊടുത്തു. 25 വർഷം ജോലി ചെയ്ത തെങ്ങണയിലെ തോമസ് ചാൻ ഒരു നമ്പർ പോലും കൊടുത്തില്ല. സൗദിക്കാരിക്ക് റോബോട്ട് ഇതാ പാസ്പോർട്ടും മേടിച്ചു. സ്വത്രം. അടുത്തത് ദാണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വന്ന് പാപ്പനംകോട് സിനിമാ നടി കുശുബുവിൻ്റെ കണക്ക് അവൾ കണ്ണാടിയും വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു കാലം അമ്മ ഇതായിരിക്കുന്നു. സ്വത്രം. കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. സോബിയ ദാ വരാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ വ്യോമമിത്ര വട്ടിയൂർക്കാവിലുണ്ടാക്കിയ പെൺകുട്ടി ദാ ഇന്ത്യയുടെ ISRO ശാസ്ത്രജ്ഞന്മാരുമായി റോബോട്ട് എവിടം വരെ എത്തി? പെന്തിക്കോസുകാർ കേട്ടാട്ടെ. കഴിഞ്ഞ 2024 ജർമ്മനി ഫ്ലുവർത്ത് അവിടെ ഇവാഞ്ചലിക്കൽ ചർച്ചയിൽ പ്രസംഗിക്കാൻ വന്ന് റോബോട്ട് ഇടിവെട്ട് പ്രസംഗം. നമ്മുടെ ഉപദേശിമാരെ കാലം കഷ്ടകാലം 40 മിനിറ്റ് ആയപ്പോൾ ചാർജ് പോയി. എല്ലാവരും കൂടെ പൊക്കിയെടുത്ത് പ്ലഗ് കുത്താൻ കൊണ്ടുപോയി. സ്വത്രം. മനസ്സിലാകുന്നവർക്കായി ഇതൊക്കെ വീഡിയോ കാണണ്ടേ. അതിലും നല്ലത് പറഞ്ഞുതരാം. സ്വിറ്റ്സർലൻഡിൽ ജനീവ രാവിലെ കത്തോലിക്ക സഭ കുംഭസാരത്തിന് പോയപ്പോൾ യേശു ക്രിസ്തു ജീസസ് ഇരിക്കുന്ന ഭയങ്കര തിരക്ക്. ജീസസ് പറഞ്ഞാൽ നോ ജീസസ് ആൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിയന്ത്രിത ബുദ്ധിയാന്ന്. സ്വത്രം. ദാ കിടക്കുന്നത് അവൻ്റെ മൂത്ത ചേട്ടനായ യെരുശലേം ദേവാലയത്തിൽ വരാൻ പോകുന്ന. സ്വത്രം. അന്ത്യകാലം പ്രസംഗിക്കാൻ സമയമില്ല. അതാ ഞങ്ങളുടെ ബൈബിൾ. റോബോട്ട് എന്തുവാ, ഇന്റർനെറ്റ് എന്തുവാ, വയർ എന്തുവാ, കയർ എന്തുവാ, ടെലിഫോൺ എന്തുവാ, പിന്നെ ചാർജിങ് എന്തുവാ എന്നറിയാത്ത കാലത്ത് പത്മോസിന്റെ ഏകാന്തതയിൽ ഒരപ്പച്ചൻ എഴുതി റോബോട്ട് സംസാരിക്കുക. ഇന്ന് ലോകരാജ്യങ്ങൾ റോബോട്ട് സംസാരിക്കുമ്പോൾ പാലമുറ്റം കൺവെൻഷനിൽ പറയണം, ഇത് വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തു. യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യവുമുണ്ടോ? ഇന്ന് രാത്രി വരാൻ പോകുന്ന കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. ഇന്റർനെറ്റ് മർഡർ 10 മിനിറ്റ് കൊണ്ട് അവസാനിക്കില്ല. മനോനിലേക്ക് ഒരു കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത, മോനെ ദയവായിട്ട് ഇവിടെ ലാപ്ടോപ്പായിട്ട് കൊണ്ടുവന്ന് ഇന്ന് രാത്രി നമ്മുടെ ഇവിടെയുള്ള തെങ്ങണയിൽ ഒരു പെൺകുട്ടി, ചെന്നൈയിലുള്ള ഒരു ചെറുപ്പക്കാരനുമായിട്ട് കമ്പനി, രാത്രി 2 പേര് സംസാരിച്ചു കൊണ്ടിരിക്കും. ചെറുപ്പക്കാരൻ ചില കാര്യങ്ങൾ പറയും. ചില കാര്യങ്ങൾ പറയുമ്പോൾ അവൾ അനുസരിക്കത്തില്ല. അവിടെ മെയിൽ ID വാട്സപ്പ് ഉണ്ട്. അതിനകത്തൊരു മെസ്സേജ് അയക്കും. അതിൻ്റെ പേര് എക്സ്പ്ലോസീവ് മെസ്സേജ് വിത്ത് വൈറസ്. ഒരു ലാപ്ടോപ്പിന് 5 ഘടകം. മോൻ്റെ കയ്യിലിരിപ്പുണ്ട്. 1 മൈക്രോ പ്രോസസ്സർ, 2 കീപാഡ്, 3 ലിഥിയം ബാറ്ററി. പടപട മെസ്സേജ് വരും. മെസ്സേജ് വന്നു കഴിഞ്ഞാൽ മൈക്രോ പ്രോസസ്സർ ചൂടാവും. അത് കഴിഞ്ഞിട്ട് ബാറ്ററി ഷോർട്ടാവും.
ദാണ്ട് ഫ്രണ്ടിലെ സ്ക്രീൻ ദാ കുഞ്ഞു ബൾബ് പൊട്ടും, മനുഷ്യൻ മരിക്കും. അതിൻ്റെ പേരാ ഇന്റർനെറ്റ് മർഡർ. സൗണ്ട് സിസ്റ്റം ഇവിടെ വെച്ചിട്ടുണ്ട്, എല്ലാം ദൈവം ക്ലിയർ ആക്കിയിരിക്കുന്നു. ഞാനും ഈ കുഞ്ഞുങ്ങൾ പാടും. ഞങ്ങളുടെ ശബ്ദം കൂടിയാൽ ഈ ആംപ്ലിഫയർ ഇവിടെ നല്ല കുഴപ്പം, ബോക്സിനല്ല, മൈക്കിനല്ല, ആംപ്ലിഫയർ എന്ന് പുകയും. അതിൻ്റെ പരിപാടിയാണ് ഇന്റർനെറ്റ് മർഡർ. കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. പറയാം, തൃശ്ശൂർ തിരുവല്ലാമല ആദിത്യ എന്ന പെൺകുട്ടി 8 വയസ്സുകാരി മൊബൈൽ കളിച്ച് പൊട്ടിത്തെറിച്ചു. തീർന്നില്ല. അത് കഴിഞ്ഞ് തിരുവനന്തപുരം കോവളം മൊബൈൽ പൊട്ടി. കർണാടകയിലെ തുംകൂർ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ച് അനാവശ്യമായ ഒരു മെസ്സേജ് വന്ന് മൊബൈൽ ഓണാക്കി പൊട്ടിപ്പോയി. ചങ്ങനാശ്ശേരിയിലും തെങ്ങണയിലും കറുകച്ചാലും കൂത്രപ്പള്ളിയിലും പെട്രോൾ പമ്പ് എഴുതി വെച്ചു, യേശു വരാൻ കാലമായെന്നല്ല, സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ. കരമുയർത്തുന്നവർക്കായി സ്വോത്രം. അവിടെ നിന്നൊന്ന് സംസാരിക്കാമോ? അവർ റെഡിയാക്കി പുറത്ത് കളയും. അതിനുശേഷം ദാണ്ട് ചെന്നൈയിൽ കാർ ഓടിച്ചവൻ ബാറ്ററി പൊട്ടിത്തെറിച്ചു മരിച്ചു. അതിൻ്റെ പേരാ ഇന്റർനെറ്റ് മർഡർ. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. അന്ത്യകാലം. പറഞ്ഞത് സജുജാത്തന്നൂരല്ല. ബാക്കി കേട്ടാട്ട്. ദൈവമാകുമോ നിർമ്മിത ബുദ്ധി. മോനെ ഇത് ക്ലിയർ ആയിക്കോണം. റോബോട്ടിനെ മനുഷ്യനാക്കാൻ പോകുന്നു ഇസ്രയേലിനകത്ത്. ഇതാ കിടക്കുന്നു. ഇസ്രയേലിലെ 3 കമ്പനി, IBM, ഇന്റൽ, മൈക്രോസോഫ്റ്റ്. തൊടുപുഴക്കാരൻ മലയാളി ഹൃദയം കൊടുക്കാൻ പോകുന്നു. റോബോട്ടിനെ മനുഷ്യനാക്കിയ മനുഷ്യനോട് വല്ല സ്നേഹം കാണും. ഇപ്പം കുഞ്ഞുങ്ങളെ വിളിച്ചാൽ ലെഫ്റ്റിന് റൈറ്റ് പോകുന്നു. പിന്നെ ആ റോബോട്ടിന് നമ്മളോട് സ്നേഹമുള്ള സ്വോത്ര. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരാൻ പോകുന്നു. വീട്ടിൽ മനോരമയുണ്ട്, തൂക്കി വിറ്റില്ലേ നോക്കണം. 7 ദിവസം മനോരമ വന്ന ദൈവമാകുമോ നിർമ്മിത ബുദ്ധി. മനോരമയുടെ ജോണി ലൂക്കോസ്. റോബോട്ട് ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞന്റെ പേരാ ജഫ്രി ഹിണ്ടൻ. അദ്ദേഹം ഓടിപ്പോയി. നിങ്ങളുടെ മൊബൈലിൽ ഇന്ന് പോയി അടിച്ചു നോക്കണം. 30 വർഷത്തിനകം റോബോട്ട് മനുഷ്യനെ കൊല്ലുമെന്ന് സകല മൊബൈലിലും AI കൊല്ലുമെന്ന്. ഈ ജഫ്രി ഹിണ്ടൻ ഓടി കാനഡയിൽ ചെന്നിരിക്കുക. അവിടെ വെച്ച മലയാള മനോരമയുടെ ലേഖൻ ജോണി ലൂക്കോസ് റെഡിയാക്കി കാര്യം പറഞ്ഞു. കമ്പ്യൂട്ടറിനെ ഉണ്ടാക്കിയ ആദ്യത്തെ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞൻ അലൻ ടോറി. അദ്ദേഹവും പറഞ്ഞ് ഈ കമ്പ്യൂട്ടർ അവസാനം മനുഷ്യനെ കൊല്ലും. ഇന്റർനെറ്റ് മർഡർ. പുറകെ പറഞ്ഞു തരാം. സാത്താന്റെ ഇഷ്ടമെന്താ? ആരാധന. ശദ്രക് മേശക് അബേദ്നെഗോവ് ദുരാശു സമഭൂമിയിൽ വന്നു. പിശാച് പറഞ്ഞ നെബൂഖദ്നേസർ സ്വത്രാഴ്ചയല്ല, ദശാംശമല്ല, ഒന്ന് വണങ്ങിയേക്കാൻ. യേശുവിനെ ഉയർന്ന മലയിൽ കൊണ്ടുപോയി പറഞ്ഞത് വണങ്ങിയേക്കാൻ. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ സംഭവിക്കാൻ പോകുന്ന ഇന്റർനെറ്റ് മർഡർ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ കോട്ടയത്ത് വന്നു, പത്തനംതിട്ട വന്നു. ബായോ ബഹനോ ഖാത്മേ കോയി ടാബ് നഗിയെ മൊബൈൽ നഗിയെ. സന്തോഷമില്ലല്ലോ സ്വോത്ര. മനസ്സിലാകുന്നവർക്കായി. അദ്ദേഹം പിടിക്കത്തില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വഴി നിശ്ചയിക്കുന്ന ഇസ്രയേലിന് മൊസാദ. അവർ പറഞ്ഞ് സാർ കൈ തൊടരുത്. മനസ്സിലാക്കാം എന്താ സംഭവം. അതാ 2018 ഇസ്രയേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മോഡി സാറിനോട് പറഞ്ഞത് പിടിക്കരുത്. രണ്ടാമത്തെ സംഭവം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് ഈ ബ്രിട്ടനിലെ രഹസ്യാന്വേഷണ സംഘടന യൂറോപ്പോൾ അവരും പറഞ്ഞത് പിടിക്കരുത്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി പിടിക്കാത്തത്. നമ്മുടെ സഖാവ് പിണറായി ഈ അടുത്ത ദിവസം അമേരിക്കയിൽ പോയി. TPM-ൽ അച്ഛനേക്കാളും നല്ല വെള്ള ഉടുപ്പ് മുണ്ട് വിട്ടിട്ട് നിൽക്കുന്നു. സന്തോഷമില്ലല്ലോ സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. കൈ ലാപ്ടോപ്പ് ഉണ്ടോ? പിടിക്കത്തില്ല. അത് മാത്രമല്ല, കോട്ടയത്ത് പോലീസ് സൂപ്രണ്ട് ഇവിടെ ഒരു പരിപാടിക്ക് വരുന്നു. വഴിയിട്ട് ലാപ്ടോപ്പ് ഞെക്കുന്ന വല്ലവരും കണ്ടിട്ടുണ്ടോ? ഞെക്കത്തില്ല. പറയും ഭാര്യയും 2 പിള്ളേരും ഉണ്ടെന്ന്. സ്വോത്രം. പൊട്ടിത്തെറിക്കാൻ സാധ്യത. മേശ വെച്ച് ഞെക്കത്തോള്. അങ്ങനെയെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു മിനിറ്റ് പോയാലും നമ്മുടെ മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനം നടത്തുന്ന കണ്ടില്ല, 2 പേപ്പറുമായിട്ടൊക്കെയാണ് വായിക്കുന്നു. അയ്യോ, ഞങ്ങളുടെ ഉപദേശിമാരുടെ ലെവല് മാറിപ്പോയി. ഇന്ന് ബൈബിൾ വല്ലൂരും എടുക്കുമോ? സന്തോഷമില്ലല്ലോ സ്വോത്രം. കപ്പ എലിയുടെ ചവിട്ടി മാന്തുന്നോലില്ലേ എന്ന് സ്റ്റേജിൽ കൊണ്ടുവന്ന് ഞെക്കുന്ന. സന്തോഷമില്ലല്ലോ. യമനെ എല്ലാം കർത്താവ് അടിക്കാറായി മക്കളെ. സ്വോത്രം. ഇന്ന് രാത്രി സന്തോഷമില്ലല്ലോ. ഇത് അവസാന പരമാ. കുഴപ്പമില്ല സ്വോത്രം. പിതാക്കന്മാർ ഇത് ഉയർത്തിയോണ്ടല്ലേ അമ്മാമ്മ ഒരു വീട് നമുക്ക് കിട്ടിയത്. ഇത് ഉയർത്തിയത് കൊണ്ടല്ലേ ഒരു കാറ് നമുക്ക് കിട്ടിയത്. 2 ATM കാർഡ് കിട്ടിയത് ഇത് ഉയർത്തിയോണ്ടല്ലോ. നമ്മുടെ മക്കൾ വെളിനാട്ടിൽ പോയി 2 രൂപ അയച്ചത് ഇത് ഉയർത്തിയത് കൊണ്ടല്ലോ. പെന്തിക്കോസുകാരോട് ഇന്ന് രാത്രി നിങ്ങളെക്കാൾ ഉപരി ടെക്നോളജി കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ചെയ്യുന്ന ഒറ്റ സ്റ്റേജിനകത്ത് ലാപ്ടോപ്പോ കമ്പ്യൂട്ടറായിട്ട് വരത്തില്ല. എൻ്റെ അപ്പൻ 40 വർഷം ഓർത്തഡോക്സ് ഉപദേശി 2005 ഭരിച്ചപ്പോൾ വീട്ടിൽ ബൈബിൾ അടക്കാൻ ആരുമില്ല. അടക്കാൻ വന്ന ഓർത്തഡോക്സ് തിരുമേനി എൻ്റെ അപ്പൻ്റെ ചേട്ടനാ മോനായിരുന്നു. പാമ്പാടി ദേറായിലെ ഏറ്റവും വലിയ പുള്ളിക്കാരൻ സ്വോത്രം. അവിടുത്തെ തിരുമേനി ചോദിച്ചു, ഇനി ഈ പുസ്തകം എടുക്കാൻ ആരുമില്ലല്ലോ. എൻ്റെ അപ്പൻ്റെ അടുത്ത പുസ്തകം ഇന്ന് രാത്രി ഞാൻ എടുത്തത്. ഇതെടുക്കുമ്പോൾ ഒരു അനുഗ്രഹം അമ്മമ്മ. ഇത് തുറക്കുമ്പോൾ ഒരു അനുഗ്രഹമാ. ഇതൊന്ന് വായിക്കുമ്പോൾ അനുഗ്രഹമാ. ടെക്നോളജി അല്ല വലുത്. പിതാക്കന്മാർ നമ്മളെ വഴി നടത്തിയ വഴികളെ ഓർത്ത് ഇന്ന് രാത്രി മടങ്ങി വാ. തൻ്റെ ജന താഴ്മയോടെ ഇരുന്ന് ദൈവസന്ധിയിൽ നിലവിളിച്ച് കർത്താവിൻ്റെ സന്ധിയിൽ കരയുമെങ്കിൽ കോട്ടയത്ത് നമുക്ക് പണ്ടത്തെ പോലെ ഒരു ശുഭകാലം തരുവാ. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസ്ത.
ടെക്നോളജി എത്ര വലുതെങ്കിലും ഇത് മറക്കരുത് മക്കളെ. ഇന്ന് രാത്രി സ്വോത്രം. അതുകൊണ്ട് ബൈബിൾ ഉപേക്ഷിക്കരുത്. നിങ്ങൾ കമ്പ്യൂട്ടറോ എല്ലാം എടുത്തോ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇന്റർനെറ്റ് കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. അതിനാസ്പദമായി താമസമിന 2 കാര്യം പറയുമ്പോൾ അവസാനിക്കും. താമസമിന സാത്താന്റെ പ്രതിമ കമ്പ്യൂട്ടറിനകത്ത് വരാറായി. എന്നാൽ ഇന്ന് രാത്രി പറയണം, ആ പ്രതിമ കമ്പ്യൂട്ടറിൽ വരുന്നതിന് മുമ്പ് തേജസ്സിൽ യേശുവിന്റെ പൊൻമുഖം ഞാൻ കാണും. 2, ഈ കമ്പ്യൂട്ടറിന് ഒരു നിയന്ത്രണ ബുദ്ധി കിട്ടാൻ പോകുന്നു. ആ നിയന്ത്രിത ബുദ്ധി ഇവിടെ വരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ മുദ്രയുള്ളവരെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി കാന്തൻ വരാറായി. കഴിഞ്ഞ ദിവസം പേപ്പർ തൂക്കി വിൽക്കരുത്. മലയാള മനോരമയുടെ ഒരു കോൺക്ലേവ് നടന്നു. ADGP മനോജ് അബ്രഹാം അദ്ദേഹം ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. കേരളം കാണാൻ പോകുന്ന, ലോകം കാണാൻ പോകുന്ന സൈബർ യുദ്ധം, കമ്പ്യൂട്ടറും ഇന്റർനെറ്റും പൊട്ടിത്തെറിക്കും. വീട്ടിൽ വായിക്കണം. അല്ല കുഞ്ഞുഞ്ഞമ്മ ഒളിച്ചോടിച്ച് ആ പൊടിയെ വായിക്കാതെ ഇതൊക്കെ വായിരു സ്വോത്രം. കുഞ്ഞുങ്ങൾ മനോരമ പഠിപ്പുരയുമായിരു സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വായിച്ചു. എന്താ ഇന്റർനെറ്റ് മർഡർ? ലെബനോൻ വരാൻ പോവാ. ഇത് കേട്ടിട്ട് ഒരു കാര്യം കൂടെ തിരുവനന്തപുരം പറയും, നിർത്താം. ബാക്കി മറ്റൊരിക്കൽ. ലെബനോൻ 3000 പേജർ ഉണ്ടാക്കാൻ കൊട്ടേഷൻ കൊടുത്തു. എവിടെ കൊടുത്തമ്മേ? ലെബനോൻ കൊടുത്തത് തൈവാനില. ഹംഗറിയിലേക്ക് പോയി. ഇസ്രയേൽ അറിഞ്ഞു. ആ പേജറിന്റെ മുഴുവൻ എന്തോ ഇതെന്നറിയാമോ? താണ്ട ബാർകോഡ് അവരെടുത്തു. ഈ പേനയ്ക്ക് ഞാനും വിൽസം പാസ്റ്റും കോട്ടയത്ത് ഒരു വില, ജോയ് പാസ്റ്റുമായിട്ട് ചങ്ങനാശ്ശേരി ചെന്നാൽ ഒരു വില. ബാർകോഡ് 1 കരമുയർത്തുന്നവർക്കായി. ഇതാ സൈബർ അറ്റാക്ക്. 2ാമത്തെ കാര്യം, ബാറ്ററിക്കകത്ത് 2 ഗ്രാം സ്ഫോടക വസ്തു വെച്ചു. ഇപ്പം തന്നെ വാട്സപ്പിൽ കൂടുതൽ വരുമ്പോൾ കുഞ്ഞമ്മയോട് സാംസങ് പറയത്തില്ല, ഡിലീറ്റ് സം ഐറ്റം. സന്തോഷമില്ലല്ലോ, ഫോൺ മെമ്മറി ഫുൾ. മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ ഇപ്പം ഹലോ ഹലോ വിളിക്കുമ്പോൾ പറയുന്നത്, അറിയാത്ത കോളിൽ നിന്ന് ഫോൺ വന്നാൽ എടുക്കരുത്, അറിയാത്ത നമ്പറിൽ നിന്ന് തുടരരുത്. എന്താന്ന് വെച്ചാൽ സിസ്റ്റം ഹാക്കാവും. ഇസ്രയേലിന്റെ കയ്യിൽ ദാണ്ട് ഈ ഇന്ത്യയിലുള്ള ജിയോയുടെ നെറ്റ്വർക്കിന്റെ ബാർകോഡ് നിങ്ങളുടെ സിമ്മിലുള്ളതുപോലെ അവരുടെ കയ്യിലുണ്ടായിരുന്നു. 2 ബാറ്ററിക്കകത്ത് 2 ഗ്രാം സ്ഫോടകം വെച്ചു. ഒരു സുപ്രഭാതത്തിൽ ഉച്ചയ്ക്ക് ഒരു 10-15 മെസ്സേജ് പേജറിൽ കൊടുത്തു. കൈ കാലിൽ കുത്തുന്നതാ പേജർ. ബാറ്ററി ചൂടായി പടപട പേജർ പൊട്ടിത്തെറിച്ചു. അതാ ലെബനോനിലെ പേജർ സ്ഫോടനം. 2800 പേജർ പൊട്ടി. 38 പേര് മരിച്ചു. വാക്കി ടോക്കി സഹിതം പൊട്ടിക്കിടക്കുന്നു. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഒരു ഗവൺമെന്റ്, ഒരു കറൻസി, ഒരു പാൻ കാർഡ്, ഒരു ATM കാർഡ്, ഒരു മൊബൈൽ നെറ്റ്വർക്ക് എങ്കിൽ സകല സോഫ്റ്റ്വെയർ ഉള്ള സാധനങ്ങൾ പൊട്ടാൻ പോകുന്നു. അങ്ങനെ ഒരു സംഭവം. കയ്യിലിരിക്കുന്ന വിവാദ മൊബൈൽ ചക്കച്ചുള്ളയുടെ കണക്ക് തൊലിച്ചു നോക്കാൻ പറ്റും. അതിനകത്ത് വല്ലതും ഉണ്ടോന്ന്. സ്വോത്രം. ബാറ്ററിയിൽ സ്വോത്രം. ആപ്പോ ഉണ്ട്, വിവോ ഉണ്ട്, സാംസങ് ഉണ്ട്, ചെവി കുത്തുന്നതുണ്ട്. ഇതിനകത്തെല്ലാം താഴെ ഇരിക്കുന്ന ബാറ്ററി അമ്മമ്മ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ, ഒരു സ്മാർട്ട് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ, ബാറ്ററി ചൂടായാൽ, പടപട മെസ്സേജ് വന്നാൽ, ഈ ലോകം മുഴുവൻ ഒരു ഇന്റർനെറ്റിന്റെ യുദ്ധം വരാറായി. സജു ചാത്തന്നൂരല്ല, മനോജ് അബ്രഹാം സൈബർ ഡോട്ടിന്റെ ചുമതല മലയാള മനോരമ. വരാൻ പോകുന്നു സൈബർ യുദ്ധം. മൊബൈലുകളും കമ്പ്യൂട്ടറുകളും പൊട്ടിത്തെറിക്കുന്ന കാലം. ലെബനോനിൽ അത് ആരംഭിച്ചെങ്കിൽ മലയാളം നാട്ടുകാരോട് പറയാം, ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റിക്കാർ സ്മാർട്ട് മീറ്റർ കൊണ്ടുവരാൻ പോവാ. സ്മാർട്ട് മനസ്സിലാകുന്നവർക്കായി. ഇനി ലൈമാൻ വരണ്ട, ഓഫീസിൽ ഇരുന്ന് ഞെക്കിയ വീട്ടിൽ റീഡിങ് കിട്ടും. പാസ്റ്റർ സ്മാർട്ട് മീറ്റർ സ്വോത്രം. അതിനകത്ത് എന്തുവെന്ന് ആർക്കറിയാം? മനസ്സിലാകുന്നവർക്കായി. സകലതും പൊട്ടിത്തെറിക്കുന്ന ഒരു കാലം. ലെബനോനിൽ സാമ്പിൾ തുടങ്ങിയെങ്കിൽ ആഗോള വ്യാപകമായി കമ്പ്യൂട്ടറുകളും മൊബൈലും പൊട്ടിത്തെറിക്കുന്ന ഒരു കാലം. ഈ രാത്രി പ്രഭാഷണത്തിന്റെ അവസാന ഭാഗം. ഇവിടെ ആഗോള വ്യാപകമായി മൊബൈലുകളും കമ്പ്യൂട്ടറുകളും പൊട്ടിത്തെറിക്കുന്ന ഒരു ശബ്ദം ഉയരുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ പ്രത്യാശയുണ്ട്. മറ്റൊരു ശബ്ദം മധ്യാകാശത്ത്. കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടാറായി. ഇന്ന് രാത്രി സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്ക്. ഇതാ ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചു കൊള്ളുക. ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. 3 കൊലപാതകം നിർത്താം. പാമ്പാടി നവീൻ എങ്ങനെ മരിച്ചു? അട്ടിയൂർക്കാവ് ആര്യ ദേവ്യ. വായിക്കാം മോനെ യോഹന്നാൻ 16:2. വായിക്കാം. ട്രംപ് വന്നതൊന്നുമല്ല, വടി വരാൻ പോകുന്നേ ഉള്ളൂ. വായിക്കാം യോഹന്നാൻ 16:2. മോനത് വായിച്ചാട്ടെ. നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. പള്ളികളിൽ ഞാൻ ഇനി പോയാലും സംഭവിക്കാൻ പോകുന്ന പള്ളികളിൽ ബോംബ് സ്ഫോടനം വരും. ട്രംപ് വരുന്നതിന് മുമ്പ് ജനുവരി തുടങ്ങി. അടുത്തതാ, സാത്താന് മനുഷ്യനെ കൊല്ലാൻ കഴിയത്തില്ല, അവൻ കൊല്ലിച്ചു കളയും. വായിക്കാം. അത്രയുമല്ല
നിങ്ങളെ കൊല്ലുന്നവരൊക്കെയും എല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു വിചാരിക്കുന്ന നാഴിക വരുന്നു. 3 കൊലപാതകം തിരുവനന്തപുരം. ബാക്കി ഇനി കോട്ടയത്തോട്ടപ്പം അറിയെന്ന് പറയാം. കാടൽ ജിൻസൺ രാജ CSI തിരുവനന്തപുരം. അപ്പൻ, അമ്മ, പെങ്ങൾ 3 എണ്ണത്തിന് വീട്ടിലെ വേലക്കാരിയെ കൊന്നു. എന്നിട്ട് തീയടിച്ചു. ഇന്ന് പൂജപ്പുര ജയിലിൽ MBBS പഠിക്കാൻ റഷ്യ വിട്ടവൻ സാത്താനെ ആരാധിച്ചു. പറഞ്ഞത് മനുഷ്യനെ കൊന്നാൽ സ്വർഗത്തിൽ. നമ്പർ 1 പാമ്പാടി മീനടം തൊട്ടടുത്ത് ഓർത്തഡോക്സ്. അവനാ നവീൻ. തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജ് പഠിക്കാൻ വന്നയോ. വട്ടിയൂർക്കാവരി ദേവിയായിട്ട് നല്ല അടുപ്പം. നല്ല കാര്യം, കല്യാണം കഴിഞ്ഞു, മക്കളില്ല, സാത്താനെ ആരാധിക്കുന്നു. അവൾ ജർമ്മൻ ഭാഷ പഠിച്ചു. 4-5 ലീക്കോള സ്കൂളിൽ അധ്യാപിക. അത് കഴിഞ്ഞിട്ട് വട്ടിയൂർക്കാവിൽ ലാറ്റക്സി ഒരച്ഛൻ്റെ ഒരു മകൾ ആര്യ. കഴിഞ്ഞ ജനുവരിയിൽ കല്യാണം ഉറച്ചു. മാർച്ച് 31 സ്കൂൾ അടച്ചു. സാത്താൻ ആരാധനക്കാർ ഇവിടെ പോയി. അഫ്ഗാനിസ്ഥാൻ എവിടെ നമ്മുടെ അരുണാചൽ പ്രദേശ് അവിടെ ചെന്ന് ഈ പെങ്കൊച്ചിന് ചിങ്ങത്തി കല്യാണം ചാറ്റ് ചെയ്തു. സാത്താൻ ഗ്രൂപ്പ് 6-ാം ദിവസം സാത്താൻ ഗ്രൂപ്പ് പറഞ്ഞു, ഇവിടെ വെച്ച് മരിച്ചാൽ അന്യഗ്രഹങ്ങളിൽ ജീസസ് ഉയർത്തെഴുന്നേൽക്കും. കേട്ടോ പാമ്പാടിക്കാർ, കേട്ടോ? എല്ലാ റിപ്പോർട്ടും പോലീസ് ഇത് വേണം, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. സ്വോത്ര 7-ാം ദിവസം ആദ്യത്തെ കൊലപാതകം. ആര്യയെ കൊന്ന് കഴുത്തിൻ്റെ താഴെ തൊട്ട് വരച്ചു. 666 FIR ഏഷ്യാനെറ്റ് 2. അവൻ്റെ ഭാര്യയെ കൊന്ന് രക്തം കട്ട പിടിക്കാതെ ആ ദേവിയെ കൊന്നു. 666. 3. അവന് 7-8-ാം ദിവസം കെട്ടിത്തൂങ്ങുന്നതിന് വിട്ട് കാലേ വരച്ച് 666. 10-ാം ദിവസം വാടാ അരുണാചൽ പ്രദേശ് വന്നു. കേരള പോലീസിനെ വിളിച്ചു. തിരുവനന്തപുരത്ത് കൊണ്ട് ഇൻക്വസ്റ്റ് തയ്യാറാക്കി. സാത്താൻ ആരാധനക്കാർ 666. അമ്മാമേ, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ, ഞാൻ പറഞ്ഞാൽ ഇവിടുത്തെ മോർണിംഗ് പ്രയർകാരെ പിടിക്കും. ദാണ്ട് കേരളത്തിൽ സാത്താൻ ആരാധന വർദ്ധിക്കുന്നു. കേരള പോലീസ് അതീവ ജാഗ്രത നിർദ്ദേശം. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഒന്ന് കണ്ടട്ടെ, ഞാനല്ല, കണ്ടു. പോലീസുകാർ പത്രത്തിൽ കൊടുത്തു, സാത്താൻ ആരാധന കേരളത്തിൽ. അവസാനത്തെ കൊലപാതകം തീരാമ്പൂവ ലോകം വെള്ളറട 5 മരങ്കാല്. ഇവിടുത്തെ പാസ്റ്റർമാരിട്ട് പോസ്റ്റ് ഇടുന്ന പോലല്ലോ. മരിച്ച ജോസേട്ടൻ എൻ്റെ മുമ്പിൽ അമ്മമ്മ ഇരുന്ന പോലെ പ്രസംഗം കേട്ടതാ. JS പെന്തക്കോസ് ദൈവസഭ. അവിടുത്തെ പാസ്റ്റർ ഷാജി പാസ്റ്ററിന്റെ സ്നേഹിതൻ കഴിഞ്ഞ ദിവസം അവിടുന്ന് പ്രസംഗിച്ചിറങ്ങിയത്. എന്താ സംഭവം? ഒരു മോനെ പഠിപ്പിക്കാൻ വിട്ടു ചൈനയിൽ. അവിടുന്ന് വഴക്കുണ്ടാക്കി വന്നു. അവൻ പറഞ്ഞു, കൊച്ചിയിൽ ഞാൻ ഫിലിം പഠിക്കാൻ പോകുന്ന ഫിലിമല്ല, അത് സാത്താനെ ആരാധിക്കാൻ പോയതാ കൊച്ചിയിൽ. എന്താ സംഭവിച്ചത്? ഒരു മുറി, 3 മൊബൈൽ, ഒരു ലാപ്ടോപ്പ്. സാത്താൻ ഗ്രൂപ്പുമായിട്ട് ബന്ധം. തലമുട്ടയടിക്കുന്നു, എന്നിട്ട് ചാറ്റ് ചെയ്യുന്നു. അവസാനം 7 പ്രാവശ്യം കൊല്ലാൻ നോക്കി. ഇത് പുറത്ത് പറഞ്ഞില്ല, രക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മ പറഞ്ഞത്, കിട്ടിയിരുന്ന എന്നെയും കൊന്നേനെന്ന്. സ്വോത്രം മനസ്സിലാകുന്നവർക്കായി. തീർന്നോ? തിരുവനന്തപുരം വെള്ളറട ജോസേട്ടൻ എനിക്ക് നേരിട്ടറിയാവുന്ന ആള്. കൊല്ലങ്ങൾ 1500 രാത്രി ഞാൻ തിരുവനന്തപുരത്ത് പ്രസംഗിച്ചു. ഇന്നലെ ചെങ്കൽ ചൂള, നാളെ രാത്രി നെടുമങ്ങാട് ഉടമലക്കൽ പ്രസംഗിക്കേണ്ടതാ. എനിക്കറിയാം. ഇന്ന് രാത്രി എന്താ അവൻ ചെയ്തത്? 28 കുത്താപ്പനെ കുത്തിയത്. അത് കഴിഞ്ഞിട്ട് കഴുത്തു മറച്ചു. വീഡിയോ വേണേ പോലീസുകാരിട്ടേരം. കമ്പ്യൂട്ടർ കൊണ്ടുപോയി. ആദ്യം വിചാരിച്ച് കുടുംബമടക്കാം. കമ്പ്യൂട്ടർ നോക്കിയപ്പോഴാ ബ്ലാക്ക് മാജിക്, സാത്താൻ ഗ്രൂപ്പുകാരുമായിട്ട് ബന്ധം. അവസാനം സാത്താൻ ആരാധന. ഇന്ന് രാത്രി 3 കൊലപാതകം തിരുവനന്തപുരം. 1 കാടൽ ജൻസൺ രാജ, 2 നവീൻ, ദേവി, ആര്യ. സാത്താൻ ആരാധന. അവസാന പ്രജിൻ എന്ന ചെറുപ്പക്കാരൻ അപ്പനെ കൊന്നിട്ട്. ഇവിടെ ഒരാൾ കൊല കഴിഞ്ഞാൽ കോട്ടയത്ത് ഈസ്റ്റിൽ പോകത്തില്ല. അവൻ കൂളായിട്ട് വെള്ളറുടെ പോലീസ് സ്റ്റേഷനിൽ കത്തിയാറ്റി എന്നിട്ട് പറഞ്ഞു, എൻ്റെ അപ്പനെ ഞാൻ കൊന്നു, ദൈവം പ്രതിഫലം തരുമെന്ന്. നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്ന നാഴിക ഇന്ന് രാത്രി. ഈ പാലമുറ്റത്തോട്, മകനെ, മകളെ, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. കരമുയരുന്നില്ലല്ലോ. ഇതാകുന്നു രക്ഷാ ദിവസം. 5 മിനിറ്റ് കടമെടുത്തുകൊണ്ട്. സ്വോത്രം. എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ വർഷം വരെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും സ്കൂളിൽ ടീച്ചറില്ലാഞ്ഞുകൊണ്ട് കഴിഞ്ഞ വർഷം 2 ഫിസിക്സ് ക്ലാസ് 10ാം ക്ലാസ്സുകാർക്ക് എടുത്തതാണ്. സ്വോത്രം. രാത്രി ഞാൻ പെന്തിക്കോസുകാരെടുത്തും ഒരു മതത്തെ ഞാൻ വിമർശിക്കത്തില്ല. RCക്കാരെടുത്തും കാത്തലിക്കാരെടുത്തും പറയാം, അച്ഛന്മാരാകട്ടെ, പട്ടക്കാരാവട്ടെ, പാസ്റ്റർമാരാവട്ടെ, നിങ്ങളുടെ ചർച്ചിനകത്ത് 5 മിനിറ്റ് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കൈവിടപ്പെട്ടു പോകുന്ന ഒരു തലമുറ. അതാ എൻ്റെ നാഥൻ പറഞ്ഞത്, യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ, നമ്മുടെ തലമുറകൾ നശിച്ചു പോയില്ല. വിത്തിൻ 5 minutes യുവർ സൺഡേ വർഷിപ്പ് അറ്റ് യുവർ ചർച്ചസ് അറ്റ് എനിവയർ. ഗീവ് എ സ്പെഷ്യൽ പ്രയർ ഫോർ അവർ ചിൽഡ്രൻ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 5 മിനിറ്റ് പ്രാർത്ഥിക്കണം. ഈ കൂട്ടത്തെ കുഞ്ഞുങ്ങളെ വീഴാതിരിക്കാൻ ഒരു മരുന്ന് കൂടെ പറഞ്ഞുതരാം. അതാ ആ മരുന്നിൻ്റെ പേരാ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. സ്വോത്രം. അന്യഭാഷ ഉള്ളവനെ തൊടുവാൻ. അതുകൊണ്ട് പാലമുറ്റത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മാവിൽ അഭിഷേകത്തോടെ ദൈവത്തെ ആരാധിക്കണം. സ്വോത്രം. അതാ നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു. നിർത്താൻ പോകുന്നു.
ഈ ദിവസത്തെ കണ്ടിട്ട് യേശു പറഞ്ഞു, അവസാന ഭാഗം വായിക്കാം. യോഹന്നാൻ 9:4 വായിച്ചിട്ട് മോനെ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകും. എല്ലാവരോടും ഈ വർഷം ഞങ്ങളാണ്. മതി ഒരു മിനിറ്റ് ഞാൻ പറയാം. ഈ വർഷം 1000 പേരോടെങ്കിലും പറഞ്ഞില്ല, ഒരു വ്യക്തിയോടെങ്കിലും യേശു രക്ഷകൻ എന്ന് പറയണം. കരമുയരുന്നില്ലല്ലോ. 5ാമത്തെ കൺവെൻഷന് മാമേ വഴിവക്കിലെങ്കിലും പറയണം, പെന്തിക്കോസല്ലേ യേശു രക്ഷകൻ. മോനെ, യേശു എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ചെയ്വ്. ഈ വെള്ളറട പാമ്പാടി നവീൻ ഈ കോട്ടയം കൊലപാതകം കണ്ടിട്ട് എന്റെ നാഥൻ പറഞ്ഞ അടുത്ത വാക്കാൻ നമ്മുടെ പ്രസംഗം നിർത്താൻ പോകുന്നു. വായിച്ചട്ടെ. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ദാ കിടക്കുന്ന അമ്മാമയത്തിൽ നിന്ന് ഉദിച്ചുയരും, തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പശുക്കിടാങ്ങളെ പോലെ ഇന്ന് രാത്രി നിത്യതയുടെ കവാടത്തിൽ എടുക്കപ്പെടും. ഒരു ഭാഗവും കൂടെ പറഞ്ഞ് നിർത്താം. 2 മിനിറ്റ് പാടുന്ന കുഞ്ഞുങ്ങൾ ആ 2 പാട്ടെടുത്തരമോനെ. എന്താ കുഞ്ഞാടതിൽ വിളക്കും കാലമെല്ലാം കഴിയും. നമ്മുടെ കർത്താവ് വരാറായ അപ്പച്ചമാരെ പ്രത്യാശ. പഴയ നിയമം, ഒരു പൈതൽ പാപം ചെയ്താൽ അവനെ എന്താ ചെയ്യുന്നത്? പാളയത്തിനകത്ത് കൊണ്ടത് കല്ലെറിയണം. പെൺകുട്ടി പാപം ചെയ്താൽ അവളെ തീയടിച്ചു കൊല്ലണം. അതാ ന്യായപ്രമാണം. എന്നാൽ ഉയരത്തിൽ നിന്ന് കൃപയുടെ പ്രമാണവുമായി ഒരു രാത്രി നാടൻ കഥ എല്ലാവരും കേട്ടാട്ടെ. പാലമുറ്റത്ത് നമ്മുടെ ശബുവേലച്ചാനും വത്സമ്മാമയും 2 കുഞ്ഞുങ്ങൾ. മൂത്തവൻ്റെ പേര് ബെന്നിക്കുട്ടൻ, 2ാമത്തെ പേര് കൊച്ചുമോൻ. ബെന്നിക്കുട്ടൻ വീട്ടുകാരിയാ. കൊച്ചുമോനും മുണ്ടക്കയത്തുള്ളവരുമായിട്ടായിരുന്നു ഭയങ്കര കമ്പനി. മനസ്സിലാക്കുന്നു. മുണ്ടക്കയത്തുള്ളവർ പറഞ്ഞു, കൊച്ചുമോനെ നീ വീടും വെച്ചിട്ട് ഇഞ്ഞ് പോരെ. അപ്പച്ചനും അമ്മച്ചും പറഞ്ഞ് നിൻ്റെ ഓഹരിയൊക്കെ തരാൻ പോവരുത്. അവസാനം അവൻ വീടും വെച്ച് പോയി മുണ്ടക്കയത്തി എന്ന്. ഇപ്പം പണവും വട്ടിക്ക് കൊടുത്ത് നല്ലൊരു ബാറും കിട്ടി, സിയോൻ ബാർ. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ക്രിസ്ത്യാനിയുടെ ബാറിൻ്റെ പേര് സിയോൻ ബാർ. സ്വോത്രം. അച്ചായ യവനെ എല്ലാം ദൈവം ശരിയാക്കുക. പണ്ട് സിയോനിലേക്ക് പരിപാടി പറഞ്ഞപ്പോൾ സിയോൻ ബാർ വെച്ചുകൊണ്ടിരിക്കുക. ഹൈന്ദവനൊക്കെ എത്ര നല്ലത്. സിയോൻ ബാർ എവിടാന്ന് ഞാൻ പറയുന്നില്ല, നാണം കെട്ടും. സ്വോത്രം. ഇട്ടിരിക്കുന്ന ക്രിസ്ത്യാനി സിയോൻ ബാറിൽ നിന്ന് കുടിച്ച് കയ്യിലെ കാശും പോയി. 8 മാസമായപ്പോൾ കോവിഡും അടിച്ചു. കാശില്ല, വട്ടിയും പോയി. അവരെല്ലാവരും കൂടെ അവനെ കൊണ്ട് എവിടെ കൊണ്ടിട്ടെന്നറിയാമോ? കോരത്തോടി കൊണ്ടിട്ട് പാലമുറ്റത്ത് വന്ന വത്സമ്മാമയും ശമുവേലച്ചാനും കയറ്റില്ല. പിന്നെ അയ്യാ കൊണ്ടുവരുന്ന പരിപ്പോട ചായ പൊങ്കലൊക്കെ കടിക്കാന്ന്. സ്വോത്രം. ഇച്ചിരി ബിയറൊക്കെ അടിച്ചുകൊണ്ട് കാണാൻ ഇച്ചിരി വൃത്തിയായിരുന്നു. സ്വോത്രം. ഞങ്ങളുടെ ഭാഷ പന്നയ്ക്കും ഇഷ്ടപ്പെട്ട് അയ്യായ്ക്കും ഇഷ്ടപ്പെട്ടു. സ്വോത്രം. 2 മാസം അരുമயான ചാപ്പാട്, നല്ല ചപ്പാത്തി, കോട്ടയത്ത് ആർക്കേടിലെ മസാല ദോശ എല്ലാം അവന് കിട്ടി. സ്വോത്രം. 2 മാസം കഴിഞ്ഞപ്പോൾ അയ്യായ്ക്ക് പിടികിട്ടി. യാതൊരു രക്ഷയില്ലവൻ കിടക്കുമെന്ന്. മതിൽ വാലിബൻ ചോദിക്കുന്നത് പശിക്കരുത് തമിഴ്നാട്ടിൽ கொஞ்சம் தமிழൊക്കെ பேசுகிறது ஐயா. கேரளத்தில் நிற்காது இந்த நாட்களிலே உலகத்தின் முடிவும் கடைசி கால செய்திகள் பேசும்படி அது நல் செய்தி கூட்டங்களுக்கு கொடுக்காது அருமையான ஊழியம் செய்த மக்களை இந்த നാൾക്കളിലേ എടുക്കത്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഞാനിത് പഠിക്കാൻ കാര്യമുണ്ട്. സത്യം പറ, ഇവിടെ ദൈവാശമായിരിക്കുന്നത് കേരളത്തിലെ പെന്തിക്കോസ്തുകാരെ എപ്പോഴും നമ്മൾ സ്വോത്രം ഇതെല്ലാം കഴിഞ്ഞ 2 ബിരുദവും റിസർച്ചും കഴിഞ്ഞത് നമ്മുടെ ബുദ്ധി എവിടം വരെ പോകുന്നു അവർക്കറിയാം. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി അവൻ പറഞ്ഞ് അയ്യാ പസിക്കരുത്. അയ്യാ പറഞ്ഞു മിണ്ടക്കൂടാതെ. ഇങ്ക വാളവിര പുളിയരി ഓക്കെ കാലിത്തീറ്റ. പാലമുറ്റത്ത് അപ്പൻ്റെ വീട് വിട്ടു വന്ന സകല കൊച്ചോ മരുന്നിന്നാൻ പോന്ന ഇതാ ഇന്ന് രാത്രി നീ മടങ്ങി വാ. സ്വോത്രം. 8 മാസമായി ഒരു ഉടുപ്പ് ഒരു മുണ്ട് കൊണ്ട് പന്നിയുടെ മൂത്രവും ചാണകം. അപ്പോൾ ഉണ്ട് ചീപ്പിയങ്കാരൻ കൺവെൻഷൻ അനൗൺസ് കോട്ടയം. இந்த நாட்களிலே உலகத்தின் முடிவும் கடைசிக்கால செய்திகள் രാജ്യത്തോടും ജാതിയോടും. പാലമുറ്റത്ത് വന്നു അവൻ തെങ്ങിൻ്റെ വീട്ടിൽ കേട്ടതാ. സ്വോത്രം. കറുകച്ചാലിലും കേട്ടതാ, തിരുനക്കര മൈതാനത്തും കേട്ടതാ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മണ്ണർകാട് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് അവൻ ബസ് സ്റ്റാൻഡിൽ വന്ന് കേട്ടതാ. സ്വോത്രം. അപ്പോൾ അവനെ പിടി ഗുഡ് ന്യൂസിൻ്റെ വണ്ടിക്കകത്ത് വന്ന് കറങ്ങിയവനുവാ. സ്വോത്രം. കൺവെൻഷനിൽ വചനം കേൾക്കുന്നവന് സുബോധം വരും. കരമുയർത്തുന്നവർക്കാണ് സുബോധം. വന്നവൻ എഴുന്നേറ്റാൽ അപ്പൻ്റെ വീട് അവന് വേണ്ടി തുറന്നു കൊടുക്കുക. ഇന്ന് രാത്രി അച്ഛൻ വന്നില്ല, പാസ്റ്റർ വന്നില്ല, ആരും വന്നില്ല, അവൻ ചാടി എഴുന്നേറ്റു. ഞങ്ങൾ പറയുന്ന ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, ന്യൂ ജനറേഷൻ ബോയ്സ് ആൻഡ് ഗേൾസ് സിറ്റിംഗ് ദിസ് ടൈം, ദേ ആർ സെയിങ്, പന്നികളോട് പറഞ്ഞ് ഗൈസ് ഐ ആം ഗോയിങ്. ഒറ്റച്ചാട്ടം. മനസ്സിലാക്കുന്നവർക്കായി. 1-ാം ദിവസം കോരിത്തോടി നിന്ന് ചാടി. എവിടെ വന്നെന്നറിയാമോ? പൊൻകുന്നം വരെ അവൻ വന്നു. നല്ല സ്പീഡായിരുന്നു. അന്നങ്ങ് തളർന്നു പോയി. 2-ാം ദിവസം അവൻ എവിടെ വന്നു? 14 മൈൽ വരെ വരാൻ പറ്റുള്ളൂ പൊൻകുന്നത്തുനിന്ന്. 3-ാം ദിവസം അവൻ എവിടെ വന്നെന്നറിയാമോ? കാഞ്ഞിരപ്പാറ വളവിൽ വരെ വരാൻ പറ്റുള്ളൂ. നടക്കാൻ പറ്റിയില്ല. രാവിലെ 5:30 അവിടെ കിടന്നപ്പോൾ ഇവിടുന്ന് ഒരു അച്ഛനും അമ്മമ്മ കാലത്തെ ഒറ്റ വരവ് ക്രോസ് ചെയ്ത് കറുകച്ചാൽ വഴി പാലമുറ്റ്. രാവിലെ അമ്മമ്മ 7:15 പവർ വിഷനകത്ത് എന്തതിശയമേ 46 TV കണ്ടപ്പോൾ കാറിൻ്റെ റിവേഴ്സ് ഗിയർന്ന് പോലെ ദാ വരുന്നു. നമ്മുടെ വീട്ടിലിപ്പോൾ ബാക്കിയല്ലല്ലോ, ലെഫ്റ്റ് റൈറ്റ് ക്യാമറയല്ലേ. സ്വോത്രം. മുടിയം കൊച്ചുമോൻ ദാ വരുന്നു. അച്ചായ ആര് മരിച്ചെന്ന് മനോരമ നോക്കുന്നു. ഇവിടുത്തെ വത്സമ്മാമ എന്ന അച്ചായൻ്റെ പറയും, എൻ്റെ അച്ചായ വീതം മേടിച്ചോ, മുടിയം ദാ വരുന്നു, വണ്ടി എടുത്താട്ടെ, കോട്ടയത്ത് ലൂലു തുറന്ന് നമുക്ക് പർച്ചേസിന് പോകാം. മനസ്സിലാകുന്നവർക്കായി അങ്ങനെ പോകുന്ന വത്സമ്മാമേ ശമുവേലച്ചാനുവാ ഇവിടെയുള്ളത്. എന്നാൽ ഇന്ന് രാത്രി ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, ഇന്ന് രാത്രി മദ്യപാനി, ജീവിതം തകർന്ന വ്യക്തിയെ ഇതാദ്യ രാത്രി നീ മടങ്ങി വാ.
സ്വോത്രം. അവൻ വന്ന് ഒന്ന് ഇതിൻ്റെ പേരാ മാനസാന്തരം. അവൻ പേപ്പർ ഒരു കാര്യമുണ്ട്. ഇതാ സുവിശേഷ പ്രസംഗം, വെളിപ്പാടല്ല. അപ്പം പറഞ്ഞ കാര്യമുണ്ട്, മോനെ നീ പോയതിൻ്റെ അന്ന് ഞാൻ ബാറ്റയുടെ ചെരുപ്പ് മേടിച്ച് വെച്ചിരിക്കുക, തട്ടാൻ തങ്കപ്പനെ കൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി മോതിരം പണിഞ്ഞിരിക്കുക, ഒരു രക്ഷയുടെ ഉടുപ്പുണ്ട്. ഒന്ന് വന്നവൻ്റെ നിറം നോക്കിയില്ല, മണം നോക്കിയില്ല, കളർ നോക്കിയില്ല, കീശയിലെ കാശ് നോക്കിയില്ല, പന്നിക്കൂട്ടത്തിൽ കിടന്നു നോക്കിയില്ല, നിറം നോക്കാതെ മണം നോക്കാതെ ഒരപ്പച്ചന് ഇന്ന് രാത്രി ഞങ്ങൾ പാലമുറ്റത്ത് പരിചയപ്പെടുത്തുന്നു. അവൻ്റെ പേരത്ര നസ്രേനായ യേശു ക്രിസ്തു. സ്വോത്രം. കള്ളുകുടിയാ ഈ രാത്രി മടങ്ങി വാ. മദ്യപാനിയേ കാലം തീരാറായി മടങ്ങി വാ. ഇന്ന് രാത്രി മടങ്ങി വന്നാൽ അപ്പൻ്റെ വീടിൻ്റെ വാതിലുകൾ തീർന്നില്ല. അവനെ അകത്ത് കൊണ്ടുപോയില്ല, അവന് രക്ഷയുടെ വസ്ത്രം കൊടുത്തു. ഇതാ സുവിശേഷ പ്രസംഗം. ഒന്നാമത്തെ യാദം ഏദന്റെ പൂങ്കാവനത്തിനകത്ത് രക്ഷയുടെ വസ്ത്രം നഷ്ടപ്പെടുത്തിയപ്പോൾ ഒടുക്കലത്തെ യാദം കാൽവറിയുടെ കൊലക്കളത്തിൽ തൻ്റെ ദേഹമെന്ന തിരശീല നമുക്ക് വേണ്ടി ചിന്തി അവൻ്റെ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ചെങ്കിൽ അവരെ മണിയറയിൽ കൊണ്ടുപോകാൻ എൻ്റെ കാന്തൻ വരാറായി. കരമുയർത്തുന്നവർക്കായി കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നു. തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. ഈ രാത്രി രക്ഷിക്ക് പട്ടണത്തിൽ സൗണ്ട് ബോക്സിന് മുമ്പിൽ നിൽക്കുന്നവരാരും ഗ്രൗണ്ടിൽ വരണ്ട. ഇന്ന് രാത്രി ഞാനൊരു പാപിയെന്ന് ആരെങ്കിലും നെഞ്ചത്ത് കരം വെച്ച് കരയുമെങ്കിൽ ഇന്ന് രാത്രി നിന്റെ പാപത്തെ മാറ്റി മണിയറയിൽ കൊണ്ടുപോകുവാൻ ഏകരക്ഷകനായ യേശുവിനെ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്നു. ഒരു രാത്രി കൂടി ചങ്കുവേനെടുക്കുന്നെങ്കിലും പ്രശ്നിക്കുക. നല്ല ദൈവജനം, നല്ല ദൈവ സാന്നിധ്യം മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമം. മോനെ ഒരു സാക്ഷ്യം കൂടെ പറഞ്ഞ് നിർത്താം. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. ഇപ്പോൾ കോട്ടയത്തായിരുന്നു, ഇപ്പോൾ പകുതിയും പോയെന്ന്. സ്വോത്രം. ഇത് റബ്ബർ തൊട്ടാണ്ടിരിക്കുക, നല്ല കാര്യം. സ്വോത്രം. ഇന്ന് രാത്രി പറയാം, ഞാൻ കമ്മ്യൂണിറ്റി ഓൺകോളജി ക്യാൻസർ റിസർച്ച് പോയപ്പോൾ ഞാൻ കരഞ്ഞു പോയൊരു കാര്യമുണ്ട്. അമേരിക്കയിലെ ഏറ്റവും വലിയ ക്യാൻസർ സർജനാണ് ഡോക്ടർ മാർക്ക്. കേട്ടാട്ട് മക്കൾ, അദ്ദേഹം കാലിഫോർണിയക്കാരനായിരുന്നു. പിറ്റേന്ന് ഡാലസിൽ ഒരു കോൺഫറൻസ് ഉണ്ട്. അദ്ദേഹം പോകാൻ തയ്യാറായി. വൈകിട്ട് പ്ലെയിൻ 5:30 പ്ലെയിൻ, 4:30 എയർപോർട്ടിൽ ചെന്ന് 1 മണിക്കൂർ മതി. അവിടെ ചെന്നപ്പോൾ എയർപോർട്ട് അടച്ചിട്ടേക്കുന്നു. ഡ്യൂറിങ് ദ എയർപോർട്ട് ഈസ് ഷട്ട് ഡൗൺ 24 hours. കാറ്റ് കൊണ്ട് എയർപോർട്ട് അടച്ചിട്ടിരിക്കുക. കഴിഞ്ഞാൽ ഞാനാ വലിയ പുള്ളി വേറെ പ്ലെയിൻ പറഞ്ഞ പുള്ളി പറഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് സാറേ പ്ലെയിൻ വിടൂ, കാറ്റാ, വേണമെങ്കിൽ കാർ എടുക്കാൻ പറഞ്ഞു. ഒരു കട അവിടെ ഇല്ല, ഒരു കുഞ്ഞു വീട്, 2 ചിമ്മിനി ലൈറ്റ് കത്തുന്നു. മക്കള് കുറെ ഓടണം, അടുത്ത ബോർഡറിൽ കയറാൻ കണ്ടുകൊണ്ട് വണ്ടി കൊണ്ട് ചവിട്ടി നിർത്തി കോളിംഗ് ബെല്ലടിച്ചു. കാപ്പി തരൂ. അവൾ പറഞ്ഞ് സിറ്റ് യുവർ സീറ്റ്, ഐ മേക്ക് എ കോഫി ഫോർ 5 minutes. 5 മിനിറ്റ് എടുത്ത മുറിയിൽ പോയി 5 വയസ്സുള്ള കുഞ്ഞിനടുത്ത് മാറോട് കരയുന്നു, പ്രാർത്ഥിക്കുന്ന. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഡോക്ടർ മാർക്കിനെ കാണും ഇന്ന് രാത്രി. അയ്യോ, അദ്ദേഹത്തിൻ്റെ അകത്ത് അകവാള് പോയി. ചായ കുടിച്ചിട്ട് ചോദിച്ചു, നിന്റെ ഭർത്താവ് അവിടെ മരിച്ചുപോയി. ആരാ അത്? 5 വയസ്സുള്ള കൊച്ച. എന്താ പ്രാർത്ഥിക്കുന്നത്? അടുത്ത പട്ടണത്തിൽ താങ്കളുടെ പേരുള്ള ഡോക്ടറുണ്ട്, സർജറിക്ക് കാശില്ല, ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അയാൾ നിരീശ്വരവാദിയാണ്. ഞങ്ങളെ പുസ്തകം വായിച്ച് കരഞ്ഞു. അവളോട് പറഞ്ഞു, ഇവിടെ ബൈബിൾ ഉണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ചവിട്ടി നിർത്തണമെങ്കിൽ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അവിടെ വെച്ച് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. കുഞ്ഞിനെ മാറോട് അണച്ചു. അതിന്ന് ജീവിക്കുന്നു. ഇന്ന് രാത്രി അമ്മമ്മേ, കൺവെൻഷൻ കൂട്ടങ്ങളുടെ മുതലാവത് ഇരവ്. കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, എങ്കിലും നീ താഴ്വരയിൽ കുഴികളെ വെട്ടിയാൽ അമേരിക്കയിലെ ഡോക്ടറിന്റെ കാറല്ല നിന്റെ വീട്ടിന്റെ മുറ്റത്തും കൊണ്ടുവരുവാ. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം. അതുകൊണ്ട് ഇന്ന് രാത്രി ഒന്നേ അവൻ നിയമത്തെ മാറ്റിക്കഴിഞ്ഞു. കൊലപാതകം നിർത്താൻ പോകുന്നു. അത് കഴിഞ്ഞ് മനുഷ്യൻ അന്യോന്യം, കുട്ടികൾ പീഡിപ്പിക്കപ്പെടും. ലോത്തിന്റെ കാലത്തെ സാമ്പിൾ അമേരിക്കയിൽ. അതിനു മുമ്പ് ചങ്കില ചോരയാൽ കടികൾ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ യേശു വരും. 2 സാത്താന്റെ പ്രതിമ കമ്പ്യൂട്ടർ. അതിനു മുമ്പ് തേജസ്സിൽ യേശുവിന്റെ പൊന്മുഖം. അതിന് ബ്ലൂ ബ്രെയിൻ കിട്ടും. അതിനു മുമ്പ് പരിശുദ്ധാത്മ ശക്തിയുള്ള ദൈവസഭ ചേരും. ആഗോള വ്യാപകമായി മൊബൈലുകൾ പൊട്ടിത്തെറിക്കും. ആ പൊട്ടിത്തെറിക്കുമ്പോൾ കോട്ടയത്തും ചിങ്ങവനത്തും ഞാലിയാങ്കുഴിയും പരുത്തുംപാറയും കേൾക്കാൻ പോകുന്നു കർത്താവിന്റെ ഗംഭീരനാദം. ഇതാ അവൻ വരുന്നു, മേഘാരൂഢനായി അവൻ വരുന്നു. ഏത് കണ്ണും അവനെ കാണും. അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കുക. ഇന്ന് രാത്രി 1-ാം ലോകമഹായുദ്ധം ലീഗ് ഓഫ് നേഷൻസ്, 2-ാം ലോകമഹായുദ്ധം യുണൈറ്റഡ് നേഷൻ, 3-ാം ലോകമഹായുദ്ധം വരാൻ പോന്നു. എതിർ ക്രിസ്തു ആ വലത് കരം ഉയർത്തിപ്പിടിച്ചാട്ട് അവൻ വരുന്നതിന് മുമ്പ് ഇന്ന് രാത്രി തെങ്ങണ കർഗച്ചാൽ പാലമുറ്റം കരം ഉയർത്തിപ്പിടിച്ചാട്ട് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു.